ഒരു ഭാഗത്ത് ഒരു തവണയാണ് ലോഡ് ഷെഡ്. 2 തവണ ഒരു ദിവസത്തിൽ ലോഡ് ഷെഡ് ഉണ്ട് ഒരു ഭാഗത്ത് അല്ലെ. അങ്ങനെ നിരന്തരമായിട്ട് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ടായിരുന്നു. ഇനി നാളെ നിങ്ങൾക്ക് വിവരം കിട്ടിയാൽ നാളെ ഇതാ ലോഡ് ഷെഡ് എന്നുള്ളത് സത്യാവസ്ഥയാണ്. എന്താ പറയുക, ഞങ്ങൾക്ക് കേരളത്തിൽ ലോഡ് ഷെഡ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ പറഞ്ഞിരിക്കുന്നത് 10 വർഷമായിട്ട് പവർ കട്ട് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ നിരന്തരമായിട്ട് 2 ടൈം നിങ്ങൾ പറയുന്നതാണ്, 2 ടൈമായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ 2 ടൈം ലോഡ് ഷെഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി തുടർന്ന് അങ്ങോട്ട് നടക്കുകയാണ്. അല്ല, നിങ്ങൾ ഇന്നലെ നടന്നിരുന്നു, ഇന്ന് നടന്നിരുന്നു. ഇനി നാളെ നിങ്ങൾക്ക് ഇതുപോലെ നിർദ്ദേശം കിട്ടിയാൽ നാളെയും നടക്കും. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും? കേരളത്തിൽ ലോഡ് ഷെഡ് ഇല്ല എന്നാണ് ഇപ്പോ പൊതുവിൽ പറയുന്നത്. മന്ത്രി വരെ പറഞ്ഞ ലോഡ് ഷെഡ് ഇല്ല എന്നാണ്. ഞങ്ങളിതിപ്പോ രാത്രി കിടന്നുറങ്ങാൻ പറ്റാണ്ട് പല ആളുകളുടെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അല്ല, നിങ്ങൾ മനസ്സിലായി, നിങ്ങൾ ഓഫ് ചെയ്യുന്നതും നിങ്ങൾക്ക് സബ്സ്റ്റേഷൻ ഓഫ് ചെയ്യും. ഓവർലോഡ് ആകുമ്പോൾ അവർക്ക് ചാർജ് ചെയ്ത് ഓവർലോഡ് മിനിഞ്ഞാന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലെ ലോഡ് ഷെഡ് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ. ഇതങ്ങ് പറഞ്ഞാൽ മതി. മന്ത്രി ഇത് പറഞ്ഞില്ല, അതാണ് പ്രശ്നം. മന്ത്രി ലോഡ് ഷെഡ് ഇല്ല എന്നാണ് പറഞ്ഞത്. അല്ല, മിനിഞ്ഞാന്നപ്പോ ലോഡ് താങ്ങുമായിരുന്നു. അതല്ല, ഈ സമയത്താണ് എല്ലാവരും ഉപയോഗിച്ചോണ്ടിരിക്കും. ശരി, മിനിഞ്ഞാന്ന് ഒരാൾക്ക് താങ്ങാൻ പറ്റുമോ? ഇൻവെർട്ടറുള്ള പല മേഖലയിൽ കാര്യം നടന്നു. അല്ലാത്തവർക്ക് ഈ സാധനം മുന്നോട്ട് പോകാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. നിങ്ങളെ മനസ്സിലാക്കണം. നിങ്ങളെ അനുമതിയുമാക്കാതിരിക്കണം. മനസ്സിലായില്ലേ?